പുരുഷന്റെ ഹോർമോൺ ബേസിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഗ്രഷനും സെക്സിനുമാണ്. സ്ത്രീയുടെ ഇമോഷൻസും കണക്ഷനും കമ്മ്യൂണിക്കേഷനുമാണ്. അതുപോലെ പുരുഷന് വേണ്ടി തലച്ചോറിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെക്സിന്റെ സ്പേസ് ഇത്രയാണെന്ന് എഴുതിക്കോ നിങ്ങൾ. വെറുതെ ഒരു വലിപ്പം ഇത്രയും വലിപ്പമുണ്ടെന്ന് എഴുതാം. സ്ത്രീക്ക് അത് ഇത്രയാണ്. ഞാൻ ആൺകുട്ടികളോട് പറയും, ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ മുട്ടി കേൾക്കുന്നു, ചേർന്ന് കൊണ്ട് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ ഹേറ്റ് ഇറ്റ് മാൻ. കാരണം അവർക്ക് അതിനുള്ള അത് എൻജോയ് ചെയ്യാനുള്ള അത്രയും വലിപ്പം ഉണ്ട്. പക്ഷെ ചില മൊമെന്റുകളിൽ അതുണ്ട്. പിന്നെ ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള ആണുങ്ങളും പെൺപിള്ളേരും ഉണ്ടാവും. നിങ്ങൾ 90% എടുക്കുകയാണെങ്കിൽ അനുവാദമില്ലാത്ത സ്പർശനങ്ങൾ ബാഡ് ടച്ച് ആണ്. ഇത് പിന്നെ പീരീഡ്സിന്റെ സമയത്ത് ഈ പെൺകുട്ടിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഹോർമോൺ കൊണ്ട് മാരിനേറ്റ് ചെയ്യപ്പെടുകയാണ് എല്ലാ തവണയും. അതായത് പ്യൂബർട്ടിയുടെ സമയത്ത് പുതിയ തരം ഹോർമോൺസ് വന്ന് അവളുടെ ചിന്തകളിൽ ചെറിയ ഹോർമോൺസിന്റെ വരൽ ബ്രെയിൻ ചിന്താഗതികളെ മാറ്റും. പീരീഡ്സ് തുടങ്ങണേക്കാൾ മുമ്പ് അവൾക്ക് വേറെ മൂഡിലായിരിക്കും, പീരീഡ്സ് സമയത്ത് വേറെ മൂഡിലായിരിക്കും, പീരീഡ്സ് കഴിയുമ്പോൾ വേറെ അവസ്ഥയായിരിക്കും, ഗർഭിണിയാകുമ്പോൾ ഒരു അവസ്ഥയാണ്, മുലയൂട്ടുമ്പോൾ ഒരു അവസ്ഥയാണ്, മുലയൂട്ടിൽ നിൽക്കുമ്പോൾ വേറെ അവസ്ഥയാണ്, മെനോപോസിൽ വേറെ അവസ്ഥയാണ്. നമുക്കിത് എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ബി എ വുമൺ. എളുപ്പമല്ല ഒരു പെണ്ണായിരിക്കാൻ പറയുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സയന്റിഫിക്കലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എ വുമൺ. നമുക്ക് ഇമോഷണൽ മൂഡ് സ്വിങ്സ് ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെക്കാലം ഇരട്ടിയാണെന്നേ അവർക്ക്. അതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടി ബ്രെയിനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ഥലം നമ്മുടെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പൊ മേനക റോഡിൽ നിന്ന് സൈഡിൽ ഉള്ളു വഴി എന്ന് പറയുന്ന വലിപ്പം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇവർക്ക് MG റോഡാണ് അത്. അവർക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് ലോജിക്കലാണ്. ഇത് ഇപ്പൊ ഒരു വൈഫ് ഒരു കാര്യം പറയാൻ വരുമ്പോൾ എനിക്ക് മനസ്സിലായി അതല്ലേ, പക്ഷെ അവരാഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലായെങ്കിൽ അത് മുഴുവൻ നമ്മളിരുന്ന് കേൾക്കാനാണ്.